ഇന്നലെ വരെ അഹങ്കാരി എന്ന് വിളിച്ച ആളെ ഇന്ന് പാവം എന്ന് വിളിക്കുന്നു. ഇന്നലെ വരെ കയ്യടിച്ചവർ ഇന്ന് കല്ലെറിയുന്നു. സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം എത്ര വേഗമാണ് മാറുന്നത് അല്ലേ? രേണുസുധിയുടെ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. അതിനോടൊപ്പം ജാസിയെക്കുറിച്ചുള്ള ചർച്ചകളും ശക്തമാണ്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഒരു സമയത്ത് ഒരാളെ കടുത്ത വിമർശനത്തിനും ട്രോളിങ്ങിനും ഇരയാക്കും. പിന്നീട് അതേ ആളിന് എന്തെങ്കിലും വിഷമം വന്നാൽ ഇത്രയും ആക്രമിക്കേണ്ടിയിരുന്നില്ല, ഇപ്പോൾ അനുഭവിക്കുന്നത് പണ്ടത്തെ അഹങ്കാരത്തിനുള്ള പ്രതിഫലമാണ്, ഇനി അതൊക്കെ ആവർത്തിക്കാതിരിക്കുക, നല്ല കുട്ടിയായി തിരിച്ചു വരിക, ഒരാളെ ഇങ്ങനെ മാനസികമായി തകർക്കരുത് എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ കൊണ്ട് നിറയും. അതുപോലെ ഇന്ന് ജാസിയുടെ വിഷയത്തിലും പലരും വികാരത്തിൻ്റെ പുറത്താണ് പ്രതികരിക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, വിമർശനവും വ്യക്തിപരമായ ആക്രമണവും രണ്ടാണ്. ഒരാളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാം, പക്ഷേ അയാളുടെ വ്യക്തിത്വത്തെ തകർക്കുകയോ കൂട്ടമായി വേട്ടയാടുകയോ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഇന്ന് രേണുസുധിയാണെങ്കിൽ മറ്റന്നാൾ മറ്റാരെങ്കിലും ആകാം, പേര് മാത്രം മാറും, പക്ഷേ ബുള്ളി അവസാനിക്കില്ല. ഞാൻ മറ്റൊരു ദുരന്തം ഓർമ്മിപ്പിക്കട്ടെ. ഒരു ബസ്സിൽ നടന്നതായി ആരോപിക്കപ്പെട്ട സംഭവത്തിൽ നിന്ന് ആരംഭിച്ച ഒരു വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി. അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയും വിമർശനവും നടന്നു. പിന്നീട് ദീപകിൻ്റെ ആത്മഹത്യയും പിന്നീട് ഷിംജിത മുസ്തഫയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായാൽ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ സത്യമെന്തെന്ന് അറിയുന്നതിന് മുൻപേ പലരും വിധി പറയാൻ തുടങ്ങുന്നു. ഒരാളെ നായകനും മറ്റൊരാളെ വില്ലനുമായി ചിത്രീകരിക്കുന്നു. എന്നാൽ പിന്നീട് പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതേ സോഷ്യൽ മീഡിയയുടെ അഭിപ്രായവും മാറുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എന്നാൽ അതേസമയം ഓരോ വ്യക്തിക്കും മാന്യതയോടെ ജീവിക്കാനുള്ള അവകാശവുമുണ്ട്. ഒരു ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം പോലെ തന്നെ ആരോപണം നേരിടുന്ന വ്യക്തിക്കും നീതിയുക്തമായ അന്വേഷണം ലഭിക്കാനുള്ള അവകാശമുണ്ട്. സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഓരോ കമൻറ്റും പങ്കുവയ്ക്കുന്ന ഓരോ പോസ്റ്റും ഒരാളുടെ മാനസികാവസ്ഥയെ എത്രത്തോളം ബാധിക്കുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഒരു നിമിഷത്തെ വികാരത്തിൽ എഴുതുന്ന വാക്കുകൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മായാത്ത മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. നീതി സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സിൽ നിന്ന് വരില്ല, അത് നിയമത്തിലൂടെയും തെളിവുകളിലൂടെയുമാണ് വരേണ്ടത്. അതുകൊണ്ട് വിമർശിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് ഒരാളെയും സാമൂഹികമായി ശിക്ഷിക്കാതിരിക്കുക. കാരണം ഇന്ന് വാർത്തകളിലുള്ള പേര് ദീപക്കോ ഷിംജിത മുസ്തഫയോ രേണുസുധിയോ ജാസിയോ ആയിരിക്കാം, നാളെ അത് നമ്മളിൽ ആരുമാകാം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്, അതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കുമുണ്ട്. ആ രണ്ട് സ്വാതന്ത്ര്യങ്ങൾക്കും ഇടയിൽ മനുഷ്യത്വം എന്ന ഒരു അതിരുണ്ട്, അത് കടക്കാതിരിക്കാം.